ഹായ്, ഇത് നമ്മുടെ തിരുവനന്തപുരത്ത് സതീഷേട്ടന് വേണ്ടിയിട്ട് നമ്മൾ നിർമ്മിച്ച വീടിൻ്റെ ഫുൾ ഫിനിഷ് വീഡിയോ ആണ് കേട്ടോ. ഇതിപ്പോൾ അമ്മുവാണ് ഇൻട്രോ പറയണത് വെച്ചാൽ സാധാരണ പറയണത് അവളിങ്ങനെ പറയും, ഇന്നും ഞങ്ങൾക്ക് വളരെ സന്തോഷമുള്ളൊരു ദിവസമാണെന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങുക അല്ലേ? അതെ, അത് സതീഷേട്ടൻ എന്നോട് എന്തൊക്കെയാണ് വിശേഷം എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞതായി ഞങ്ങളുടെ വിശേഷം ഇത് തന്നെയാണ്, നിങ്ങളുടെ ഹൗസ് വാമിംഗ് ആണ് ഞങ്ങളുടെ ഇപ്പോഴത്തെ വിശേഷം എന്നാണ് പറഞ്ഞത്. അങ്ങനെയല്ല, സാധാരണ എല്ലാ വീടിൻ്റെയും മറ്റേ താമസിക്കണം എന്ന് പോയി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നീ പറയണ ആ വീഡിയോൻ്റെ ഇൻട്രോ ആണ് ഞാൻ പറയണത്. അത് എൻ്റെ മനസ്സിലുള്ളതാ. ഇതും കയറി ഇവിടെ താമസിക്കുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. ഇതിൽ എനിക്ക് അതിലും കൂടുതലൊരു സന്തോഷമുണ്ട്. അതെന്താണെന്നറിയോ? ഇതിൻ്റെ പെർഫെക്ഷൻ ആണോ? അതെ, കാരണം ഈ വീട് നമ്മൾ ഒരു വർഷം മുന്നെയാണ് ഇത് തിരുവനന്തപുരത്ത് പോയിട്ട് സ്റ്റാർട്ട് ചെയ്തത്. അതെ, ഈ വീട് നമ്മൾ സ്റ്റാർട്ടിങ് മുതൽ ഈ വീടിൻ്റെ നമ്മളെ സ്ട്രക്ചർ ഫിനിഷിങ് വരെ ഈ ഹൗസ് ഓണറും നമ്മളുമായിട്ട് നേരിട്ട് കണ്ടിട്ടില്ല. അങ്ങനെ ഞങ്ങൾ നേരിട്ട് കാണാത്ത ഒരാളുടെ വീട് കൂടി, അതായത് ഓരോ എലമെൻറ്റും ഇതിൽ നമ്മൾ ചെയ്തിരിക്കണ ലൈറ്റ് പോയിൻറ്റ്സ് ആണെങ്കിലും ഇപ്പോൾ മിഡിലിരിക്കണ ക്യാമറ, അതായത് ഇപ്പോൾ ഈ വീട് ഏത് സ്റ്റേജിലാണോ നിൽക്കുന്നത് കുറച്ചുകൂടി ആളെ മനസ്സിലുള്ള കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ട്. സമയപരിധി കാരണം കൊണ്ട് ആളിഞ്ഞ് പോകാനൊരു 10-11 ദിവസം കൂടി ഉണ്ട് പറഞ്ഞു. പോണതിൻ്റെ മുന്നേ അത് കംപ്ലീറ്റ് ഫിനിഷാക്കും മനോജ് ഭായ് എന്നാണ് എന്നോട് പറഞ്ഞത്. ഞാൻ ഒരു 10 ദിവസമല്ല, 1 വീക്ക് മുന്നേ തിരുവനന്തപുരത്ത് പോയപ്പോൾ ഞാൻ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് നമ്മൾ ചെറിയൊരു സ്റ്റാറ്റസ് മാത്രമേ ഇട്ടുണ്ടായിരുന്നുള്ളൂ അല്ലേ? ആ ബാക്കിയുള്ള ആ ഒരു വീക്ക് കൊണ്ട് ആൾ ഈ വീടിൻ്റെ ഉള്ളിൽ ചെയ്ത് വെച്ചിരിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, അതായത് നമുക്ക് ചിന്തിക്കാനും കൂടിയും പറ്റില്ല. ഇപ്പോൾ ഇന്നത്തെ ഒരു ദിവസം തന്നെ ആൾ ഏകദേശം 3 മണിക്കാണ് ഇത്ര ആളുടെ ഉള്ളിലത്തെ ആ വർക്കുകൾ തീർന്നിട്ട്, അതായത് കാലത്ത് 5 മണിക്ക് പൂജ ചെയ്യാനുള്ളതാണ് കയറി താമസിക്കാൻ. അപ്പോൾ ആൾക്ക് ഉറങ്ങാനും കൂടിയും പറ്റിയിട്ടില്ല. അപ്പോൾ ആൾ പറഞ്ഞത് അത്രയും ദിവസം ഇങ്ങനെ തന്നെ ആയിരുന്നു. അതായത് ഗൾഫിൽ നിന്ന് ലീവിന് വന്നിട്ട് ഈ വീട്ടിൽ കയറി താമസിക്കുന്നവരെ ഈ ഒരു വീക്കിലെടുത്ത ഹാർഡ് വർക്കാണ് ആൾ ഈ 1 ഇയറായിട്ട് ഈ വീടിന് വേണ്ടിയിട്ടും ചെയ്തുകൊണ്ടിരുന്നിരുന്നത്. അത് ഞാൻ ഇങ്ങനെ പറയാൻ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഞങ്ങളെ രീതിയിൽ വീട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു സ്ട്രക്ചർ നമ്മൾ ഉണ്ടാക്കി കൊടുത്താൽ ആ വീട് എങ്ങനെ ഫിനിഷ് ചെയ്തെടുക്കുക എന്നുള്ളത് എനിക്ക് സതീഷേട്ടൻ കാണിച്ചു തന്നു. ഇപ്പം ഞാൻ ചെയ്ത വീടായതുകൊണ്ട് ഞാൻ തന്നെ ഫുൾ ഫിനിഷ് എടുക്കുക, എല്ലാ വർക്കുകളും ഞാൻ നോക്കിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്നെ കൊണ്ടും ഈ രീതിയിൽ ചെയ്യാൻ പറ്റും. അതിനുള്ള ബഡ്ജറ്റ് നമ്മളെ കയ്യിൽ വേണ്ടേ? ഫണ്ട് ഇറക്കാനുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഫിനിഷിങ്ങിൽ ചെയ്യാൻ പറ്റും. പക്ഷേ ചില ആൾക്കാർക്ക് ഫണ്ട് ഉണ്ടായാൽ കൂടി ഈ ഒരു പെർഫെക്ഷൻ കിട്ടാറില്ല. അതായത് ഒരാൾ മനസ്സിൽ വിചാരിക്കണം അതേമാതിരി അല്ലേ? ഞാൻ ഇതിൽ ചെറിയ വീഡിയോ ഇട്ടപ്പോൾ പറഞ്ഞായിരുന്നു, ഈ കോർണർ വിൻഡോ, ഈ വീടിൻ്റെ എല്ലാ കാര്യങ്ങളാണെന്നുണ്ടെങ്കിലും അത് നിങ്ങൾക്ക് ഒന്നും കൂടി ഉള്ളിൽ കയറുമ്പോൾ ഒന്നും കൂടി മനസ്സിലാവും. കാരണം വളരെ ചെറിയൊരു വീടാണത്. 1250 സ്ക്വയർ ഫീറ്റിലൊരു 3 ബെഡ്റൂം. ഈ ഒരു ഡോറിൻ്റെ ഒരു പെർഫെക്ഷൻ നോക്കും നിങ്ങൾ. അത് വുഡിലാണ് ചെയ്തിരിക്കുന്നത്. പക്ഷെ അതിൻ്റെ ഡോർ ഫ്രെയിം നമ്മൾ അവിടെ വെച്ചതാണ്. പല ആൾക്കാരും ചോദിക്കും ഇതിനൊക്കെ ഫിനിഷിങ് എങ്ങനെ ഉണ്ടാവുകയെന്ന്. നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടിട്ട്, ഈ ഒരു ഡോറ് കണ്ടിട്ട് ഞാൻ തന്നെ ശരിക്ക് വണ്ടറായിപ്പോയി. കാരണം ഈ ഡോർ ഫ്രെയിമൊക്കെ കറക്റ്റായിട്ട് ഇതിന് ഡോറിന് മാച്ചായി കഴിഞ്ഞാൽ അറിയാനും കൂടിയും പറ്റില്ല അല്ലേ? ഇതിപ്പോൾ ഒരാളോട് ഇപ്പോൾ നമ്മളിതിൽ പറയുമ്പോഴാവും ചില ആൾക്കാർ ഓക്കെ ഇത് ഇവർ ചെയ്ത ഡോർ ഫ്രെയിം ആണോ. അതേപോലെ ആ വിൻഡോകളെല്ലാം, അതും നമ്മൾ സ്റ്റാർട്ടിങ് സ്റ്റേജിലൊക്കെ നമ്മൾ വിൻഡോന് ഇത്ര സൈസ് ഉണ്ടായിരുന്നില്ല. അതായത് ചെറിയ വിൻഡോകളാണ് നമ്മൾ വെച്ച് കൊടുത്തിരുന്നത്. അതായത് അതിൻ്റെ തിക്നെസ് 2 ഇഞ്ച് ഉണ്ട്, 2.5 ഇഞ്ച്. ഇപ്പോൾ നമ്മളത് 3 ഇഞ്ചാണ്. അതായത് ഒന്നും കൂടി തിക്നെസ് തോന്നിക്കും. അതുപോലെ തന്നെ നമ്മൾ ഈ വീട് സ്ട്രക്ചർ ചെയ്ത് കൊടുത്തത് ഔട്ട് സൈഡ് നോർമൽ പ്ലാസ്റ്ററിങ്ങും ഇൻസൈഡ് ജിപ്സം പുട്ടിയാണ് നമ്മൾ ചെയ്ത് കൊടുത്തത് അല്ലേ? അതിൻ്റെ ബാക്കിയുള്ളൊരു ഫിനിഷിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മളത് നേരിട്ട് കണ്ടുകൊണ്ട് എനിക്ക് നേരിട്ട് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. നിങ്ങൾക്ക് വീഡിയോയിൽ ഇത് എത്രത്തോളം ക്ലിയർ ആണോ ക്ലാരിറ്റിയിലാണോ നിങ്ങൾ കാണുന്നുള്ളത് എനിക്കറിയില്ല. പക്ഷേ ഞാൻ ഇതുവരെ ചെയ്തു കൊടുത്ത സ്ട്രക്ചറിൽ ഞാൻ ഏറ്റവും കണ്ട ടോപ്പ് ഫിനിഷിങ്, അതായത് പെയിൻറ്റിങ് ആണെന്നുണ്ടെങ്കിലും ആ ഡിസൈനിങ്ങിലും ഇതെല്ലാം ഈ വർക്കുകളൊക്കെയാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. ഈ വാൾപേപ്പറിൻ്റെ ഫുൾ വർക്കുകളും, അതായത് അവിടുന്ന് കൊടുന്ന കുറച്ച് സാധനങ്ങളുണ്ട്, അതേപോലെ നാട്ടിൽ വന്നിട്ട് ഇവിടുന്ന് പർച്ചേസ് ചെയ്തിട്ട് ചെയ്തൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട് അതിൽ. ആ വാഷ് ബേസ്, ആ കാര്യങ്ങളൊക്കെ ആളൊരൊറ്റ ഇതിലാണ്, അങ്ങനത്തെ ഡിസൈനിലൊക്കെ ആൾ സ്വന്തമായിട്ട് ഫിറ്റ് ചെയ്താണത്.
ഈ ചെറിയൊരു സ്ക്വയർ ഫീറ്റിൽ ഒരു 3 ബെഡ്റൂമിൻ്റെ വീടാണ് ഇതുള്ളത്. ഇപ്പോൾ നിങ്ങൾ ഈ റൂമിൻ്റെ ഒരു സൗകര്യം കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് വലിയ ഹെവി റൂമാണെന്ന്. അങ്ങനെ നിങ്ങൾ ഒരിക്കലും വിചാരിക്കേണ്ട. വെറും 3 മീറ്ററാണ് ഈ റൂമിൻ്റെ വീതി. അതായത് 9 സംതിങ് ആണ് ഇതിൻ്റെ ഇൻസൈഡ് ഇപ്പോൾ ഉള്ളത് അല്ലേ. അതേപോലെ ഈ ബാത്റൂമൊക്കെ നോക്കി നോക്കൂ. പിന്നെ എല്ലാവരും ചോദിക്കുകയാണ് നമ്മുടെ ഈ 4 ഇഞ്ച് ഭിത്തി ആയതുകൊണ്ട് വാൾ മൗണ്ട് ക്ലോസറ്റ് വെക്കാൻ പറ്റുമോ എന്നുള്ളത്. കുറച്ച് ഇതുള്ള ആൾക്കാർക്ക് മനസ്സിലാവും. ഏറ്റവും കൂടുതൽ ഈ ക്ലോസറ്റ് ഇൻസ്റ്റാളേഷൻ ചെയ്യാൻ ഏറ്റവും നല്ലത് നമ്മളെ ഭിത്തിയാണ്. അതിൻ്റെ കാരണം എന്താ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഭിത്തി കോൺക്രീറ്റാണ്. ഇപ്പോൾ ഒരു കല്ലിലോ അല്ലെങ്കിൽ വേറെ ഏതൊരു മെറ്റീരിയലിൽ ഒരു ബോൾട്ട് ചെയ്യണേക്കാളും കൂടുതൽ സ്ട്രെങ്ത്ത് കിട്ടുക കോൺക്രീറ്റിൽ ചെയ്യുമ്പോഴാണ്. അതുകൊണ്ട് അതായത് ഇത് ബേസ് എന്ന് പറയുന്നത് ചുമരിലാണ് വരുന്നത്. അപ്പോൾ ആ 2 ബോൾട്ടിലായിരിക്കും അതിൻ്റെ ഫുൾ ലോഡ് വരിക. അപ്പോൾ തീർച്ചയായിട്ടും വെക്കാൻ പറ്റുമെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ. സിമ്പിളാണ്, ഏറ്റവും നല്ല ക്യൂട്ടായിട്ടാണ് ആ ബാത്റൂം ഇല്ലേ. കാണാൻ എങ്ങനെയുണ്ട് ആ ബാത്റൂം? നല്ല ബാത്റൂമാണ്. വളരെ സ്പേസ് കമ്മിയാണ് ആ ബാത്റൂം. നിങ്ങൾ വിചാരിക്കുന്ന പോലെ അത്ര വലിയ ഹെവി ബാത്റൂമൊന്നുമല്ല അത്. അതായത് ഈ ഒരു ഡിസ്റ്റൻസിൽ 3 മീറ്ററിൻ്റെ ഉള്ളിലാണല്ലോ. 3 മീറ്ററിൽ ഓൾറെഡി ഒരു 90ൻ്റെ ഫ്രെയിം ഡോറ് പോയി. ആ കഴിഞ്ഞിട്ടുള്ള ബാക്കിയുള്ള സ്ഥലത്താണ് നമ്മൾ ആ ബാത്റൂം സെറ്റ് ചെയ്തിരിക്കണത്. പിന്നെ അതുപോലെ ബാത്റൂം നല്ല അടിപൊളിയായിട്ട് തന്നെ സതീഷേട്ടൻ്റെ പ്ലാനിൽ വന്നിട്ടുണ്ട്. പിന്നെ ഡ്രൈ ഏരിയ വെറ്റ് ഏരിയ തിരിച്ചത് വാൾ മൗണ്ട് ക്ലോസറ്റ്, അതേപോലെ ഇതിൻ്റെ വാഷ് ബേസിനെല്ലാം സതീഷേട്ടൻ ഗുജറാത്തിൽ നിന്ന് കൊണ്ടുവന്നതാണ്. ഈ കാണുന്ന സ്വിച്ച് ഉണ്ടല്ലോ, അതിനൊരു ഡീറ്റെയിലിംഗ് ഉണ്ട്, അത് ഞാൻ പറഞ്ഞു തരാം. അത് മുകളിൽ നമ്മൾ കറക്റ്റായിട്ട് അതിൻ്റെ ഒരു വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്. അതായത് മുകളിലത്തെ ബെഡ്റൂം എടുത്തപ്പോൾ ഞാൻ വെച്ചിട്ടുണ്ട്. കാരണം ഈ ഒരു ഏരിയയിൽ ആകെ 4 ഇഞ്ചാണ് നമ്മളെ ചുമരിൻ്റെ തിക്നെസ് വരുന്നത്. സാധാരണ രീതിയിലാണെന്നുണ്ടെങ്കിൽ ഈ ഡോറ് ഇവിടെ വെക്കാൻ പറ്റില്ല. റൈറ്റ് സൈഡിലേക്ക് മാറും. റൈറ്റ് സൈഡിലേക്ക് മാറിക്കഴിഞ്ഞാൽ ഈ റൂമിൻ്റെ എല്ലാ സ്പേസ് മാനേജ്മെൻറ്റിൻ്റെയും ഇത് മാറി. അതേപോലെ ഈ ബാത്റൂം ഡ്രൈ ഏരിയയും വെറ്റ് ഏരിയയും തിരിക്കാൻ പറ്റില്ല. മനസ്സിലായോ? ഇപ്പോൾ ആ കോർണറിൽ പോയിട്ട് ഷവറിങ് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വെള്ളം ഇങ്ങോട്ട് തെറിക്കില്ല. ഈ വാഷ് ബേസ് ഉപയോഗിക്കുന്ന ഒരാൾക്ക്. അതേപോലെ ഇതിൻ്റെ സീലിംഗ്, ആ സീലിംഗ് ആരും അങ്ങനെ ചെയ്യാത്തൊരു കാര്യമാണ്. സതീഷേട്ടൻ അത് നല്ല രീതിയിൽ സീൽ ചെയ്തുകൊണ്ടുള്ള ബെനിഫിറ്റ് എന്താ വെച്ചാൽ കറക്റ്റ് മിഡിലായിട്ട് അതിൻ്റെ എക്സസ് ഫാന് കൊടുക്കാൻ പറ്റി. അതേപോലെ തന്നെ ബാത്റൂമിന് അത്ര വലിയൊരു ഹൈറ്റിൻ്റെ ആവശ്യമുണ്ടോ ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ഇല്ല അല്ലേ. ഒരു മാക്സിമം ഒരു 8 ഫീറ്റ്, ആ 8 ഫീറ്റിൽ അത് ക്ലിയർ ചെയ്തുകൊണ്ട് നല്ല വൃത്തിയുണ്ട് അതിൻ്റെ ഉള്ളിൽ കാണാനായിട്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നല്ലൊരു ക്യൂട്ട് ബാത്റൂം. അതായത് ഇത്രയും ചെറിയ സ്പേസിൽ ഇതേപോലെ ഇങ്ങനെ ഫിനിഷായിട്ട് നമ്മളൊരു ചെയ്ത ഒരു വീട്ടിലും ഇത്ര ചെറിയ ബാത്റൂം ഇത്ര ഫിനിഷിംഗ് ആയിട്ട് നമ്മൾ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഇതിനെക്കുറിച്ചിട്ട് പറയാൻ എനിക്ക് ഒന്നും കൂടി ഭയങ്കര ഇൻട്രസ്റ്റ് എന്ന് പറയാൻ കാരണം നേരിൽ കണ്ടപ്പോൾ നമുക്ക് തന്നെ ഒരു അഭിമാനം തോന്നി. അതായത് നമ്മളെ വീട് ഈ രീതിയിലും ആക്കാൻ പറ്റുമല്ലോ എന്നുള്ളത്. കാരണം ശ്രമിച്ചാലാക്കാം. ബഡ്ജറ്റ് വേണം. പിന്നെ ഈ വീട് വെക്കുന്ന ആൾക്ക് കറക്റ്റായിട്ടുള്ളൊരു വിഷൻ വേണം. വിഷനാണ് മെയിൻ. അതായത് അതിൻ്റെ ഓരോ മൂലക്കിലും ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും നമ്മൾ സതീഷേട്ടനെ കണ്ടിട്ടില്ല എന്നുണ്ടെന്നുണ്ടെങ്കിലും ഡെയിലി ഉള്ള കോർഡിനേഷൻ, ലൈറ്റ് പോയിൻ്റ് ആണെങ്കിലും ആൾക്ക് എന്തൊക്കെ വേണമെന്നുള്ളത് എക്സാക്ട്ലി ക്ലിയർ ചെയ്ത് ഡ്രോയിങ്ങിൽ മെൻഷൻ ചെയ്ത്. പിന്നെ നമ്മളെ ശ്രീനിവാസനായിരുന്നു സൈറ്റിലെ സൂപ്പർവൈസർ. അപ്പോൾ ശ്രീനിവാസനോട് ഡെയിലി ഇപ്പോൾ നമ്മളൊരു ക്ലാസ് എടുത്തിട്ട് പോരും. അതുകൂടാണ്ട് അതാത് ചുമര് വയ്ക്കുമ്പോൾ നിങ്ങൾ കാണുന്ന ഈ പോയിൻറ്റ്സൊക്കെ ഉണ്ടല്ലോ, ഇതെല്ലാം കറക്റ്റ് സ്ഥലത്ത് അതാത് സമയത്ത് പറഞ്ഞ് കറക്റ്റായിട്ട് വെച്ചതാണ്. അല്ലാണ്ട് ഇതൊന്നും ഈ ഒരു കൺസ്ട്രക്ഷൻ ഫീൽഡിൽ തന്നെയാണ് പരിചയം. അല്ല, ആളവിടെ ഓൾറെഡി ദുബായിൽ ഒരു റണ്ണിങ് കമ്പനീൻ്റെ പ്രൊപ്പറേറ്ററും കൂടിയാണ്. അപ്പോൾ അതും വേണമല്ലോ പറയാൻ. അപ്പോൾ ആൾക്കിത് ഡെയിലി ഈ ഫീൽഡിലാണിത്. അതിൻ്റെ പെർഫെക്ഷനാണ് നിങ്ങളീ കാണുന്നത്. ഈ ഫിനിഷിങ് കണ്ടോ, ഞാനത് സൂം ചെയ്ത് കാണിച്ചു തരാൻ തന്നെ കാരണം ഈ ഒരു ഡോർ ഫ്രെയിം ഞങ്ങൾ വെച്ച് കൊടുത്തത്, അതിൻ്റെ പെയിൻറ്റിങ്ങിൻ്റെ ഫിനിഷിങ് നിങ്ങൾ തന്നെ കണ്ടു നോക്കൂ. ഈ പുട്ടിയിട്ടതിൻ്റെ എഡ്ജ് ഫിനിഷിങ് എനിക്ക് തന്നെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ മൈന്യൂട്ട് വരുന്ന കാര്യങ്ങളാണ്. പക്ഷേ അതൊരു പെയിൻറ്റേഴ്സ് കറക്റ്റായിട്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ വളരെ ബോറായിരിക്കും കാണാൻ. സതീഷേട്ടൻ്റെ സൂപ്പർവിഷൻ ഉള്ളത് കൊണ്ട് മാത്രമാണ് കേട്ടോ ഇങ്ങനെ ഫിനിഷിങ് ആയത്. കാരണം നമ്മൾ ഇതുവരെ ചെയ്ത ഞങ്ങളുടെ കയ്യിലുള്ള ഒരു വീട്ടിലും, ഹൗസ് വാമിങ് കഴിഞ്ഞ ഒരു വീട്ടിലും ഇത്രയും പെർഫെക്ഷനായിട്ട് പെയിൻറ്റിങ് ഒന്നും വന്നിട്ടില്ല. അത് പെയിൻറ്റിങ് മസ്റ്റാണ് അമ്മോ. അതായത് ഇന്ന് ഈ ഡോർ ഫ്രെയിമിൻ്റെ ഒരു ഇത് ഇപ്പോൾ ഞാനല്ല, നിങ്ങൾക്കിതിൽ കണ്ടിട്ട് എന്തെങ്കിലും ഒരു അപാകത ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം. കാരണം എനിക്ക് അത്ര ഇതായത് പറയാനുള്ളത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ പെർഫെക്ഷൻ കണ്ടിട്ട്, അതായത് നമ്മൾ ചെയ്തു കൊടുത്ത സ്റ്റീൽ ഫ്രെയിമിൻ്റെ ഡോർ ഫ്രെയിമാണോ എന്ന് തോന്നി. അതേപോലെ തന്നെ മാച്ചിങ് എന്നൊക്കെ പറയാനല്ലേ നമുക്ക് പറ്റുള്ളൂ.
ഇങ്ങനെയും ചെയ്യാൻ പറ്റും. ഇപ്പം ഞങ്ങളൊരു ഫുൾ ഫിനിഷ് ചെയ്യാത്തതുകൊണ്ട്, അതായത് ഒരു വീട് ഞങ്ങൾ ഫുൾ ഫിനിഷ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫോർമാറ്റിലാവും നമ്മൾ ചെയ്യുക. അതുകൊണ്ടാണ് നമ്മൾ പറയണത് 3 റേറ്റുള്ളൊരു കാര്യം പറഞ്ഞിട്ട് ഇതിൻ്റെ മുന്നൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ. അപ്പം അത്രയും റേറ്റ് മേടിക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫിനിഷിങ് ആക്കി കൊടുക്കണമെങ്കിൽ അത്രയും പൈസ ചിലവാകും. അതുകൊണ്ടാണ് നമ്മൾ എടുക്കുക. അല്ലാണ്ട് ഒരു പകുതി എടുത്തിട്ട് ഒരു കാര്യമില്ലല്ലോ. ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട്, അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ ചെയ്യാണ്ടിരുന്നൂടെ. അതാണ് ഇപ്പോൾ നമ്മൾ സ്ട്രക്ചർ ചെയ്യണത്. സ്ട്രക്ചർ ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലത്തെ സ്വിച്ചുകൾ ക്ലയൻറ്റിൻ്റെ ഇഷ്ടത്തിന് മേടിച്ച് വെക്കാം. അപ്പോൾ അവരെ ബഡ്ജറ്റിനനുസരിച്ചിട്ട് ചെയ്യാം. പെയിൻറ്റിങ് വേണമെന്നുണ്ടെങ്കിൽ ഒരു നോർമൽ പെയിൻറ്റിങ് ചെയ്താൽ മതി അവർക്ക്. അല്ലാണ്ട് ഇത് എല്ലാം പെർഫെക്റ്റ് ആയിട്ട് ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നന്നായിട്ട് പ്ലാനിങ്ങും ഐഡിയാസും ഉണ്ടായതുകൊണ്ട് മാത്രം കഴിയില്ല. അതിനനുസരിച്ചുള്ള പൈസ നമ്മളവിടെ ഇൻവെസ്റ്റ് ചെയ്യണം. പൈസ ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴാണ് എല്ലാ ആൾക്കാർക്കും ഈ പ്രശ്നം വരുന്നത്. ഈ വീട്ടിലെ വാൾപേപ്പർ ആണെന്നുണ്ടെന്നുണ്ടെങ്കിലും അതേപോലെ വാഷ് ബേസ് എല്ലാം ഒരു ഡിഫറെൻറ്റ് തീമുമാണ് അല്ലേ. എല്ലാം വലിയ ആർഭാടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ല. ഇപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു സൈസ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതാണ് ഇവിടുത്തെ മെയിൻ വാഷ് ബേസ്. പക്ഷെ ഇത്ര ക്യൂട്ടായിട്ടാണ് കാണുന്നത് നോക്കിയേ. അതായത് ഇതിൻ്റെ ഈ സ്പേസ് എത്രയാണെന്ന് അറിയാം. ഈ ഹാളിൻ്റെ സ്പേസ് 2.78 ഹാളാണിത്. അതും കൂടി നിങ്ങൾ മനസ്സിലാക്കണം കേട്ടോ. ഓരോ ഹാള് നമ്മൾ 4 മീറ്ററും 5 മീറ്ററൊക്കെ നമ്മൾ വെച്ചിട്ട് ചെയ്യണ വീടിന് കൂടി ഈ ഒരു ക്യൂട്ട്നെസ് കിട്ടാറില്ല. പിന്നെ ഈ വാൾപേപ്പർ കാര്യങ്ങളൊന്നും പുറത്ത് ആരും ചെയ്തതല്ല കേട്ടോ. ഇതെല്ലാം സതീഷേട്ടൻ ഈ ലീവിന് വന്ന ശേഷം ചെയ്തതാണ്. ഈ വാഷ് ബേസ് ഇൻസ്റ്റാളേഷനും ഇതിൻ്റെ ക്ലാഡിങ്ങും എല്ലാം ആൾ ചെയ്തതാണ്. ഈ ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സ് മൊത്തം. കാരണം ഈ ലൈറ്റ്സൊക്കെ ആൾ അവിടുന്ന് കൊടുക്കുന്നതാണ് തോന്നുന്നുണ്ട്, ഗൾഫിൽ നിന്ന് കൊടുക്കുന്നതാണ്. അത് ഇപ്പോൾ സാധാരണ ഒരു വീടാണെന്നുണ്ടെങ്കിൽ സത്യം പറഞ്ഞാൽ ഈ ഇൻറ്റീരിയൽ, അതായത് ഫോൾ സീലിംഗ് ഒക്കെ കൊടുത്ത് വൃത്തികേടാക്കണേക്കാളും നല്ലത് ഈ ഒരു രീതിയിലുള്ളതൊക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ. മറ്റേന്നൊക്കെ പറയുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഒരു ഔട്ട് ഓഫ് ഫാഷൻ ആയി കഴിഞ്ഞാൽ നമുക്കത് വലിയ ബുദ്ധിമുട്ടാണ് അതൊക്കെ മാറ്റിയെടുക്കാൻ. ഇതാണെന്നുണ്ടെങ്കിൽ സിമ്പിളായിട്ട് അന്നത്തെ രീതിയിൽ ഏതാണോ വരുന്നത് സിമ്പിളായിട്ട് നമുക്ക് ഊരി മാറ്റാൻ പറ്റും അല്ലേ. പിന്നെ അതേപോലെ ഈ ചുമരിലുള്ള ഈ പെയിൻറ്റിങ് സതീഷേട്ടൻ്റെ അനിയൻ ചെയ്തതാണ്. അത് നമ്മൾ ഫസ്റ്റ് വീഡിയോ കാണിച്ചപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചോന്ന് അറിയില്ല. ഈ വീടിൻ്റെ ഫ്രണ്ടിലും കുറച്ച് സ്ട്രക്ചർ വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട്. അത് കംപ്ലീറ്റ് ആളുടെ അനിയൻ ചെയ്തതാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു പെർഫെക്ഷൻ ഉണ്ട്. അതായത് സ്വന്തം ഇപ്പം നമ്മൾ സ്ട്രക്ചർ ചെയ്യുമ്പോൾ ഞങ്ങൾ സ്വന്തം കുട്ടികളെ നോക്കണ പോലെ തന്നെ ക്ലൈൻറ്റ് ഇറങ്ങി ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അതിനൊരു നല്ലൊരിത് വരും. അതേപോലെ തന്നെ ഞങ്ങളുടെ ക്ലൈൻറ്റ് ഏലിയാസങ്ങള് അങ്കമാലിത്തെ ആളെയും കൊണ്ട് പറ്റുന്ന പോലത്തെ വർക്കുകൾ ഫുൾ ആ വീടിന് വേണ്ടി ഒരു എഫേർട്ട് ഇടാറുണ്ട് കേട്ടോ. അതിപ്പോൾ അന്ന് പറഞ്ഞില്ലേ, അതായത് പുട്ടിയിടാൻ ആകെ 2 ദിവസമാണ് ആൾ പുറത്തുനിന്ന് ആളെ വിളിച്ചത്. അത് ആൾക്ക് ചെയ്യാൻ പറ്റും തോന്നിയപ്പോൾ ആൾ ആ പുട്ടി എങ്ങനെയാണ് ഇടണതെന്ന് അവിടെ നിന്ന് നോക്കി പഠിച്ച ശേഷം ആൾ സ്വന്തമായിട്ട് അത് ചെയ്തു. പക്ഷെ ഒരു ഫ്രഷ് ആൾ, അതായത് ഒരു എക്സ്പീരിയൻസും ഇല്ലാത്ത ഒരാൾ ഇട്ടതാണെന്ന് ഒരിക്കലും പറയില്ല. അത് നമ്മൾ ഇതിന് മുന്നേ വീഡിയോ ഇട്ടിട്ടുണ്ട്. ഒരുപാട് ആൾക്കാർ വീഡിയോ കണ്ടിട്ടുമുണ്ട്. അത് ഉടനെ തന്നെ അതിൻ്റെ ഒരു വീഡിയോ നമ്മൾ എന്തായാലും പോയി എടുക്കുന്നതായിരിക്കും. അപ്പോൾ അതന്നെ ആ വീഡിയോ കണ്ട ആൾക്കാർക്ക് തന്നെ അറിയാം നമ്മളെ സ്ട്രക്ചറിൻ്റെ മുകളിൽ ജസ്റ്റ് ഒരു പൊട്ടിയിട്ട് കഴിഞ്ഞാൽ തന്നെ എത്ര ഫിനിഷിങ് കിട്ടും. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആ സ്വിച്ച്. അതായത് നമ്മളെ ചുമര് ആകെ 4 ഇഞ്ചാണ് തിക്നെസ് ഉള്ളത് അല്ലേ. ഇപ്പോൾ ചില 8 ഇഞ്ചിൻ്റെ ഭിത്തി വെക്കണ കല്ലിൽ വെക്കണ ആൾക്കാരും കൂടി ഇങ്ങനെ സ്വിച്ചസ് വെക്കാറുണ്ടോ ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ റെയറായിട്ടുള്ളൂ ഞാൻ കണ്ടിട്ട്. ഇപ്പോൾ നമ്മൾ ഈ രീതിയിൽ വെക്കാനുള്ള കാരണം ഇത് സതീഷേൻ്റെ ഒരൊറ്റ റിക്വയർമെൻ്റ് കൊണ്ടാണ്. ആദ്യം പറഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്കൊരു ഇതുണ്ടായിരുന്നു, എങ്ങനെയാണ് ഇപ്പോൾ നമ്മൾ ഈ 4 ഇഞ്ചിൽ സ്വിച്ചസ് കൊടുക്കുക എന്നുള്ളത്. അവരുടെ ഇലക്ട്രീഷ്യനും പറഞ്ഞു. അതേപോലെ തന്നെ സതീഷേട്ടൻ്റെ വൈഫിൻ്റെ അച്ഛൻ ഇതിൻ്റെ പേരിൽ തെറ്റിപ്പോവുക വരെ ചെയ്തു സൈറ്റിൽ നിന്ന്. അതായത് ആൾക്ക് സതീഷേട്ടൻ്റെ അച്ഛന് ഈ കമ്പോർഡ് ഇരിക്കുന്ന സ്ഥലത്ത് ഡോറ് വേണമെന്ന് പറഞ്ഞിട്ട് നമ്മളോട്, അതായത് ആൾക്ക് അറിയില്ല സതീഷേട്ടൻ തരുന്ന ഇൻസ്ട്രക്ഷനിലാണ് നമ്മൾ സൈറ്റിൽ വർക്ക് ചെയ്യണത്, മനസ്സിലായോ. പക്ഷേ ആളോട് ഇത് പറഞ്ഞ ആൾക്ക് മനസ്സിലാവണ്ടേ. ആൾ പറഞ്ഞു അവിടെ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ സ്വിച്ച് അവിടെ കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് എന്നോട് ചൂടായി. ശ്രീനീനോടും പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു അത് സതീഷേട്ടൻ പറഞ്ഞ പോലെ ഞങ്ങൾ ചെയ്യും, സ്വിച്ച് കൊടുക്കാനുള്ള ഓപ്ഷൻ ഞങ്ങൾ കണ്ടുപിടിച്ച് ഞങ്ങൾ ചെയ്തുകൊണ്ട് പറഞ്ഞു. ഈ ചുമര് വെക്കാൻ തുടങ്ങുമ്പോഴാണ് ഈ ഇഷ്യൂസ് ഒക്കെ ഉണ്ടാവണതേ. അപ്പോൾ ചില ആൾക്കാർക്ക്, അതായത് ഈ പ്രായമായ ആൾക്കാർക്ക് ഉണ്ടല്ലോ, നമ്മളിപ്പോൾ ഇതേപോലത്തെ ഒരു പോസിബിലിറ്റി പറഞ്ഞു കഴിഞ്ഞാൽ അത് നിനക്ക് അറിഞ്ഞൂടെ. ഇപ്പോൾ നമ്മൾ കോൺക്രീറ്റ് വീട് ചെയ്യാമെന്ന് പറയുമ്പോൾ നമ്മളെ ക്ലയൻറ്റുകൾ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്നത് ഈ വയസ്സായ ആൾക്കാരെയും കൊണ്ട് അല്ലേ. എത്രയും മക്കൾക്ക് ഞങ്ങളെ രീതിയിൽ വീട് ചെയ്യണമെന്ന് ഒരുപാട് ആഗ്രഹമുണ്ട്. ആ ആഗ്രഹത്തിൻ്റെ കാരണം എന്താണെന്ന് എനിക്കറിയാം. കാരണം ഞാനൊരു 10-20 വർഷം പുറത്ത് നിന്ന് ജീവിച്ചതുകൊണ്ട് പുറം രാജ്യങ്ങളിലൊക്കെ ഈ ടെക്നോളജി എന്നോ വന്ന് എത്രയോ ആൾക്കാർ അതായത് നല്ല രീതിയിൽ ചെയ്യണതാണ്. പക്ഷെ നമ്മളെ നാട്ടിലുള്ള ആൾക്കാർ ഈ ഒരു ടെക്നോളജി കാണാത്തത് കൊണ്ട് അവരിതൊരിക്കലും വിശ്വസിക്കില്ല. അപ്പോൾ ഈ മക്കൾ ഇവരെ പറഞ്ഞ് കൺവിൻസ് ചെയ്യാം. ഇപ്പം തന്നെ ഒരു 3 കൺവിൻസിങ് നമ്മളെ പെൻഡിങ്ങിൽ കിടക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് പോകാൻ നേരമില്ലാത്തതുകൊണ്ടും
പിന്നെ മാക്സിമം കൺവിൻസ് അങ്ങനെ ഒരാളെ കൺവിൻസ് ചെയ്ത് ഇപ്പം ജോലി അതായത് ഏറ്റെടുക്കേണ്ട ഒരു അവസ്ഥ ഇല്ലാത്തതുകൊണ്ട് മാത്രമാണ് നമ്മളതിന് മെനക്കെടാത്തത്. അതല്ല നമുക്ക് പണിയും തുറന്നില്ലാണ്ട് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ നേരെ വണ്ടി എടുത്തിട്ട് അവരെ പോയിട്ട് കൺവിൻസ് ചെയ്തിട്ട് ആ വർക്ക് പിടിക്കാൻ നോക്കാം. കാരണം ഞങ്ങൾ ചെയ്യണത് ഞങ്ങളെ രീതി ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് മാത്രം. അപ്പം തന്നെ നമുക്ക് 1 വർഷം ചെയ്യാനുള്ള വർക്ക് ഇപ്പോൾ ഓൾറെഡി പെൻഡിങ്ങാണ്. അപ്പോൾ ഉള്ളത് തന്നെ ഉണ്ട്. അപ്പോൾ നമ്മളൊരാളെ കൺവിൻസ് ചെയ്ത് പണി പിടിക്കേണ്ട ഒരു അവസ്ഥ ഇന്നില്ല, തുടക്കകാലങ്ങളിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് അന്ന് നമ്മൾ റേറ്റ് വളരെ കുറഞ്ഞ രീതിയിൽ ആൾക്കാർക്ക് ചെയ്ത് കൊടുത്ത് ഇതിൻ്റെ പബ്ലിസിറ്റി ഞങ്ങൾ ആ രീതിയിലാണ് ഇങ്ങനെയൊക്കെ എടുത്തത്. പക്ഷേ ഇപ്പോഴും ചില ആൾക്കാർ ആ പഴയ വീഡിയോ കുത്തിപ്പോക്കിയിട്ട് വന്നിട്ട് നമ്മളെ കുറ്റം പറയും. ഏത്, നിങ്ങൾ 800 രൂപയ്ക്ക് തുടങ്ങിയതല്ലേ, നിങ്ങൾ 1000 ആയിരുന്നില്ലേ, നിങ്ങൾ 1 വർഷം കൊണ്ട് 2 വർഷം കൊണ്ട് എന്താ ഇത്ര റേറ്റ് കൂട്ടി? ഇവർ ചോദിക്കുന്ന കേട്ടാൽ തോന്നും ഈ സാധനം നമ്മൾ കളിമണ്ണോണ്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചളി വാരി പൊത്തിയിട്ടുണ്ടാക്കണമെന്ന്. അതായത് നമ്മൾ എങ്ങനെയാണോ മെയിൻ സ്ലാബ് കോൺക്രീറ്റ് ചെയ്യുന്നത് അതേ രീതിയിൽ ഭിത്തികൾ ഉണ്ടാക്കിയിട്ട് ചുമര് വയ്ക്കുമ്പോൾ നല്ല എക്സ്പെൻസ് വരുന്നുള്ളത് കുറച്ച് ആൾക്കാർക്കൊക്കെ അറിയാം. അതുകൊണ്ടാണല്ലോ നമ്മളെ വീടുകൾ അവർ ഇങ്ങനെ അതായത് വർക്കുകൾ നമുക്ക് തരണത്. ഈ അറിയാത്ത ആൾക്കാർ വന്നിട്ടിരുന്നിട്ടാണ് ഇതിൽ കമൻ്റ് അടിക്കണത്. കാരണം ഞാനിത് എക്സ്പെൻസ് കൂടുതൽ പരിപാടിയാണെന്ന് ഒരുപാട് പ്രാവശ്യം പറയലുണ്ട്. അതിന് ഞാൻ ഒരുപാട് ആൾക്കാരെ വെല്ലുവിളി പോലെ പറയാറുണ്ട്, എന്തുകൊണ്ട് ഈ രീതിയിൽ വേറെ ഒരാൾ തുടങ്ങണില്ല എന്ന്. ഇപ്പോഴും ഞാൻ പറയുകയാണ്, തുടങ്ങണമെന്ന് ഇൻട്രസ്റ്റ് ഉള്ളവർ തുടങ്ങിക്കോളൂ. നല്ല സ്കോപ്പുള്ള വർക്കാണ് ഞങ്ങൾ ചെയ്യണ രീതിയിൽ. കാരണം ഞങ്ങൾക്ക് തന്നെ ഇപ്പോൾ ഒരുപാട് വർക്കുകൾ എടുക്കാൻ പറ്റാണ്ട് വരില്ല, ഇല്ലേ? വിളിക്കുന്ന ആൾക്കാർക്കൊക്കെ പെട്ടെന്ന് ചെയ്യേണ്ടി വരും. അതായത് 2-3 മാസം കൊണ്ടൊന്നും നമുക്ക് വീട് വെച്ചു കൊടുക്കാൻ പറ്റില്ല. 2 വർക്ക് അങ്ങനെ ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പോൾ വിളിക്കുന്ന ആൾക്കാർക്ക് ഞങ്ങളോടും ദേഷ്യം കേട്ടോ. കാരണം ഞങ്ങൾക്ക് കൂടുന്ന വർക്കുകൾ മാത്രമേ ഞങ്ങൾ എടുക്കാറുള്ളൂ. എന്നാൽ തന്നെ ചില സാഹചര്യങ്ങളിൽ ഇപ്പോഴത്തെ പ്രതിസന്ധി, വർക്കേഴ്സിനെ കിട്ടാനുള്ള ബുദ്ധിമുട്ട്, മഴ, അങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങൾ കൊണ്ട് നമ്മളെ വർക്ക് കുറച്ച് ഡിലേയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്കത് ബുക്കിംഗ് പ്രോസസ്സും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഇങ്ങനെ ഡിലേയിൽ പോകാമെന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ട്. കാരണം ഓരോ ക്ലയൻറ്റും നമ്മളെ ആ പറഞ്ഞ സമയത്ത് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ നമുക്ക് ഇത്രയും വർക്കുകൾ ഉണ്ടാകുമ്പോൾ നമ്മൾ വേറൊരാളോട് വെറുതെ കമ്മിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ചെയ്ത് കൊടുക്കാൻ പറ്റണ വർക്കുകൾ മാത്രമേ ഉള്ളൂ നമ്മൾ ഏറ്റെടുക്കുക. പിന്നെ ഒരു ചെറിയൊരു റൂമിൽ എങ്ങനെ കബോർഡ് വയ്ക്കുക എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് ഇതല്ലേ. അത്യാവശ്യം വലിയ കബോർഡ്, മുകളിൽ നല്ല സ്റ്റോറേജ്. ഞാനിത് എടുത്തെടുത്ത് പറയാൻ കാരണം എല്ലാ ആൾക്കാരും ചോദിക്കും റൂം സൈസ് നമുക്ക് എത്ര 12-14 വേണ്ടേ? ഇത് ഈ റൂം സൈസ് ആകെ 10-9 ഉള്ളൂ. അതിലാണ് ഈ കണ്ട കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചിരിക്കണത്. ഇപ്പോൾ നിങ്ങൾക്ക് ഞാൻ പറയണത് ഇതാണെന്നുണ്ടെങ്കിൽ ടൈൽസ് എണ്ണിയാൽ തന്നെ മനസ്സിലാവും 4x2 ടൈലാണ് കിടക്കണത്. ഇതിൻ്റെ മുന്നത്തെ വീഡിയോയിൽ അമ്മ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അതായത് ഈ റൂമിൻ്റെ വീതി എന്ന് പറയുന്നത് 3 മീറ്ററാണ്. ആ 3 മീറ്റർ കഴിഞ്ഞാൽ പിന്നെ ഒരു ഹാളിൻ്റെ സ്പേസ് വരുന്നത് 2.78 2.80 കൂട്ടിക്കോളൂ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അടുത്തൊരു വീതി വരുന്നത് ഇപ്പം നിങ്ങൾ ഈ കാണുന്ന സ്റ്റെയർ കേസ്, അതിൻ്റെ അതേ സ്പേസ് തന്നെയാണ് നമ്മളെ കിച്ചൺ വരുന്നത് 1.90. അപ്പോൾ ഈ 10 സെൻറ്റിമീറ്ററിൽ ചുമര് വയ്ക്കൊണ്ട് സതീഷ് ചേട്ടന് കിട്ടിയ ബെനിഫിറ്റ് എന്താ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ അളവിൻ്റെ കൂടെ ആകെ വന്നിരിക്കുന്നത് 40 സെൻറ്റിമീറ്ററാണ് ടോട്ടൽ ഇതിൽ അഡീഷണൽ വന്നിരിക്കുന്നത്. കാരണം 4 ചുമരാണ് ഈ 3 പാർട്ടിനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഈ രീതിയിൽ കല്ലിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നീ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞു തോന്നിട്ടുണ്ടല്ലേ. അതായത് ഇപ്പോൾ 20 സെൻറ്റിമീറ്ററിൻ്റെ കല്ലിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 40 സെൻറ്റിമീറ്ററും കൂടി അധികം വേണം. ടോട്ടൽ 80 സെൻറ്റിമീറ്റർ നഷ്ടമാവും. അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വീട് ഈ പറഞ്ഞ സ്ഥലത്ത് ഒരിക്കലും ചെയ്യാൻ പറ്റില്ല. കാരണം അതിൻ്റെ കിച്ചൺ നമുക്ക് ഒഴിവാക്കേണ്ടി വരും. കിച്ചൺ ഒഴിവാക്കി കഴിഞ്ഞാൽ പിന്നെ ഈ വീടിൻ്റെ എലിവേഷൻ ഇല്ല. ഈ വീടുകൊണ്ട് പിന്നെ അല്ലെങ്കിൽ വേറെ രീതിയിലായിരിക്കും ഈ വീട്. ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഈ രീതിയിൽ ഈ വീട് ചെയ്യാൻ പറ്റില്ല. പിന്നെ ഈ ഒരു കോണി, ഈ സ്റ്റെയർ കേസിൻ്റെ കാര്യം ഞാൻ പറഞ്ഞിട്ട് ഇതിൻ്റെ ഒരു വീഡിയോയിൽ ഒരു ചർച്ച വരെ നടന്നിട്ടുണ്ട്. അത് ഇത് ചെയ്യണ സമയത്ത് ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാർക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് ഇതിൻ്റെ അടിയിൽ പിൻ ചെയ്തിട്ട് തരാം. അതായത് ഈ വീട് നിർമ്മിക്കുന്ന സമയത്ത് ഈ കോണി വെക്കാനുണ്ടായ ബുദ്ധിമുട്ടിൻ്റെ കാര്യങ്ങളൊക്കെ അത് ഞാൻ പല വീഡിയോസിലും പറയാറുണ്ട്. അധികം കോപ്പി പേസ്റ്റാണ് നമുക്ക് സ്റ്റെയർ കേസ് കിട്ടാറ്. അത്രയും ചെറിയൊരു സ്പേസിലാണ് ഞങ്ങൾ ഈ കോണി ഉണ്ടായിരിക്കുന്നത്. അതായത് നിങ്ങളിപ്പോൾ ഈ പറഞ്ഞ 1.90 ഈ കോണി പോണത്. ആ 1.90 സ്പേസിൽ നിന്ന് വേണം ഈ കോണി 10 അടി ഹൈറ്റിലേക്ക് പൊന്താനായിട്ട്. അതിനുള്ള ബുദ്ധിമുട്ടുകളായിരുന്നു അന്നത്തെ ചർച്ച. പക്ഷെ അതൊന്നും ഒരു മനുഷ്യൻ കണ്ടില്ല. അത്രയൊന്നും യൂട്യൂബ് ചാനൽ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആയിരുന്നില്ല കേട്ടോ. പക്ഷേ ഇപ്പോൾ ഇത് വർക്കൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ ഇപ്പോൾ അതിൻ്റെ ഉള്ളൊരു പെർഫെക്ഷനും കാര്യങ്ങളും കാണുമ്പോൾ ആൾക്കാർ വിചാരിക്കും വളരെ സിമ്പിളാണെന്ന്. ഒരിക്കലും ഇത് സിമ്പിളല്ല. ഈ കോണി ഇങ്ങനെയൊക്കെ എടുക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ട്. പ്ലാനിൽ കാണിച്ച പോലെ ആ മെഷർമെൻറ്റിൽ നമ്മൾക്ക് ഒരിക്കലും ഈ ഇത് കിട്ടിയില്ല.
അതൊന്ന് ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാർ ആ വീഡിയോ ഒന്ന് പോയി കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും അന്നത്തെ ബുദ്ധിമുട്ട് എന്തായിരുന്നു എന്നുള്ളത്. പിന്നെ മുകളിൽ സ്റ്റെയർ കേസ് കയറി വന്നു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ചെറിയൊരു ലിവിങ്, അതേപോലെ ഈ ഒരു കോർണർ വിൻഡോ അത് സതീഷേട്ടൻ എലിവേഷൻ വരച്ച സമയത്തേ ഉണ്ടായിരുന്നതാണ്. നമ്മൾ എന്താണോ ആൾ പറഞ്ഞത് അത് സെയിം. അതിപ്പോൾ ഇലക്ട്രിക്കൽ ഡീറ്റെയിൽസ് ആണെന്നുണ്ടെങ്കിലും എന്തൊരു കാര്യമാണെന്നുണ്ടെങ്കിലും ആൾ എന്തൊക്കെ വിചാരിച്ചിട്ടുണ്ടോ ആ കാര്യങ്ങളൊക്കെ ഞാൻ വെച്ചുകൊടുക്കുകയും ചെയ്തു. പക്ഷേ ചില വീട്ടിൽ വെറുതെ വെച്ചുകൊടുക്കൽ മാത്രമേ ഉണ്ടാവുള്ളൂ. സതീഷേട്ടൻ മാത്രമാണ് ആ വെച്ചുകൊടുത്ത സാധനം കംപ്ലീറ്റ് യൂസ് ചെയ്തു. അതായത് ഒരു സ്വിച്ചിൻ്റെ ബോക്സും കൂടി അവിടെ വെറുതെ ഞാൻ കണ്ടില്ല. എല്ലാ കാര്യവും അയാൾ കറക്റ്റ് പർപ്പസായിട്ടാണ് പറഞ്ഞിരുന്നത്. അതെല്ലാം ആ വീട്ടിൽ കറക്റ്റായിട്ട് ചെയ്തു. കാരണം ഈ റൂമിൽ 3 AC പോയിൻ്റ് വെച്ച് കൊടുത്തു. അന്നേ ഞാൻ പറഞ്ഞു നമുക്ക് സിംഗിൾ ഫേസിൽ പറ്റില്ലാന്ന്. ഇല്ല മനോജ് ഭായി 2 എണ്ണമൊക്കെ വെക്കാൻ പറഞ്ഞു. 2 AC ആൾ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് മക്കളുടെ റൂമിലും ആളുടെ റൂമിലും അയാൾ AC ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സിംഗിൾ ഫേസ് വീട്ടിൽ 2 AC ഒക്കെ ഉള്ളൂ മാക്സിമം പോവുക. പിന്നെ നമ്മൾ ഈ വീഡിയോ കാണുന്ന ആൾക്കാർ എത്ര പറഞ്ഞാലും ഇപ്പോൾ കണ്ടോ ഇവിടെ ഇലക്ട്രിക്കൽ പോയിൻ്റ് ഉണ്ടെങ്കിൽ ഇതൊക്കെ ഒരു റിക്വയർമെൻറ്റിന് നമ്മൾ ചെയ്തു കൊടുത്തതാണ്. പക്ഷെ എന്നാലും നിന്നെ വിളിക്കുമ്പോൾ ചോദിക്കാറില്ലേ നിങ്ങൾ എങ്ങനെയാണ് ഇലക്ട്രിക്കലിൻ്റെ പോയിൻ്റ് ഇടുക? അതായത് നമ്മൾ എത്ര ഡീറ്റെയിലിംഗ് വീഡിയോ, ഈ വീഡിയോ തന്നെ ഏകദേശം 30-40 മിനിറ്റ് ഉണ്ട്. ഇത് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ഇടാൻ തന്നെ കാരണം നമ്മളെ രീതിയിൽ ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ക്ലിയർ ആവാൻ വേണ്ടിയിട്ടാണ്. ഇത് കണ്ടോ, ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഇതും നമ്മളെ ഡോർ ഫ്രെയിമാണ്. ഇത് നമ്മളെ ഡോർ ഫ്രെയിമാണെന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കണം. അല്ലാന്നുണ്ടെങ്കിൽ ഒരാൾ വിശ്വസിക്കില്ല. അതിൻ്റെ അതിൻ്റെ വുഡൻ ഷീത്, അതിൻ്റെ മുകളിലടിച്ച വാർണിഷ്, ഇങ്ങനെയൊക്കെ വരുമ്പോഴാണ് ഇതിൻ്റെ ഒരു ഫിനിഷിങ്. ഈ എഡ്ജ് നോക്കി നോക്കുക. അതായത് നമ്മൾ ജിപ്സം പുട്ടീൻ്റെ തിക്നെസ്സാണ് ആ കാണുന്നത്. ഞാൻ പിന്നെയും ഇത്ര സൂം ചെയ്ത് വീഡിയോ എടുക്കാൻ കാരണം പല വീട്ടിലും ഇത് വളരെ ബോറായിട്ടാണ് പെയിൻ്റ് അടിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ ഫൈനൽ ഫിനിഷിങ് വർക്ക് എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ പെയിൻറ്റിങ്ങാണ്. പറയാൻ പറ്റുന്നത് പെയിൻറ്റേഴ്സിൻ്റെ കയ്യിലാണ് നമ്മുടെ വീടിൻ്റെ ഒരു ഭംഗി ഇരിക്കുന്നത്. മാക്സിമം എല്ലാ പെയിൻറ്റേഴ്സും അതിനെ എല്ലാ വീടിനെയും നശിപ്പിക്കാറാണ് പതിവ്. കാരണം അത് ഇപ്പോൾ നമ്മൾ ചെയ്ത ഒരുവിധം എല്ലാ ഹൗസ് വാമിങ് ചെയ്ത എല്ലാ വീടുകളിലും പെയിൻറ്റിങ്ങിലാണ് ഏറ്റവും കൂടുതൽ മോശമായിരിക്കുന്നത്. അതായത് ബാക്കിയുള്ള വർക്കിൻ്റെ അപാകത പെയിൻറ്റിങ്ങിൽ തീർക്കുക എന്നല്ല കേട്ടോ, അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഇപ്പോൾ നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കൂ, നമ്മളൊരു ജിപ്സം പുട്ടി ഇട്ട് കൊടുത്ത വീട്ടിൽ കൂടി നമുക്ക് ആ പെയിൻറ്റിങ് ചെയ്തതൊരു പെർഫെക്ഷൻ കിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലത്തെ എഡ്ജുകളൊക്കെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ നമ്മൾ ചെയ്യണ ഈ ടാറ്റ സ്റ്റീലിൻ്റെ ഡോർ ഫ്രെയിമും അതേപോലെ ജനൽ ഫ്രെയിമും എല്ലാം നശിപ്പിച്ച് കളഞ്ഞു തരാറുണ്ട്. അതായത് ബ്രഷിലൊക്കെ അടിച്ച് ഒലിപ്പിച്ച്. നിങ്ങളിത് കാണോ, ഈ ഫിനിഷിങ്ങാണ് നിങ്ങൾക്ക് കിട്ടുക. ഈ ഒരു ഫിനിഷിങ് കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു 10-40 കൊല്ലം അതുമിലേക്ക് നോക്കണ്ട. കാരണം ഈ ഇപ്പോൾ ആൾ ചെയ്ത പോലെ ആ ഡോർ ഫ്രെയിമുമ്മേ മറ്റേ ഡിസൈൻ വരച്ചിട്ട് അതുമ്മേ മറ്റേ വാർണിഷാണ് അടിച്ചത്. ഈ വാർണിഷൊക്കെ അടിച്ച സാധനത്തുമ്മേ നീ ഇങ്ങനെ കൈ വെച്ച് കഴിഞ്ഞാലോ അല്ലെങ്കിൽ വെള്ളം തന്നെ ഒഴിച്ച് കഴിഞ്ഞാലോ അതും ഒരിക്കലും നിൽക്കില്ല. മനസ്സിലായോ? അത് ആ ഡോറിന് സേഫ്റ്റിയാണ്. ഇപ്പോൾ ഇത് വുഡണിൽ ചെയ്യണ ഡോറാണെന്നുണ്ടെങ്കിൽ ആൾക്കാർ ചെയ്യാറുണ്ട്. വാർണിഷ് അടിച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ എല്ലാ വീട്ടിലും ഇപ്പോൾ കബോർഡ്സാണ്. ഇപ്പോൾ നമ്മളെ വീടിൻ്റെ മെയിൻ ഡോറിൻ്റെ തേക്കിൻ്റെയാണ്. പക്ഷെ നമ്മൾ പോളിഷ് ചെയ്തിട്ടുണ്ടല്ലേ, അതേ സിസ്റ്റം ഇതിൽ ചെയ്യണം. അപ്പോഴാണ് ഇതിന് ലൈഫ് കിട്ടുക. അതായത് എന്തൊരു സാധനത്തിനും നമ്മളത് ലൈഫ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യണ്ടേ. ഇപ്പം മരം നമ്മൾ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്താലും ചിലപ്പോൾ ചെതൽ പിടിക്കാൻ സാധ്യത കൂടുതലാണ്. അല്ലെങ്കിൽ പിന്നെ അത്രയും നല്ല ഹെവി മരമായിരിക്കണം. പക്ഷേ ഇരുമ്പ് അങ്ങനെയല്ല. നമുക്കതിന് കൊടുക്കാവുന്ന ഏറ്റവും ഒരു നല്ല കാര്യം എന്ന് പറഞ്ഞാൽ വെള്ളം തീരെ ടച്ച് ആവാണ്ടിരിക്കുക എന്നുള്ളത്. അതായത് ഇപ്പോൾ നമ്മളെ വീടിൻ്റെ ഉള്ളിൽ വരുന്ന ഡോർ ഫ്രെയിമിൽ സ്വാഭാവികമായിട്ടും വെള്ളം നനയില്ല. ഇനി ആ വെള്ളം നനഞ്ഞാൽ കൂടി അതിനുള്ള പ്രൊട്ടക്ഷനാണ് അതിൻ്റെ മുകളിൽ അപ്പോക്സി പ്രൈമർ അടിച്ച് ഇതേപോലെ ഡിസൈനൊക്കെ ചെയ്ത് പോളിഷ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ലൈഫ് ലോങ് ആയിട്ട് അതങ്ങനെ മെയിൻറ്റെയിൻ ആയിട്ട് നിൽക്കും. പക്ഷെ അതും നിൽക്കാണ്ട് ഇത് വെള്ളത്തിലിട്ട് നനയണ ഭാഗങ്ങളിലൊക്കെ ഇത് ഉപയോഗിച്ചിട്ട് ഒരു ജനൽ, ഈ സ്റ്റീലിൻ്റെ ജനൽ തുരുമ്പ് പിടിച്ച് പോയി എന്ന് പറഞ്ഞാൽ എല്ലാ ജനലും തുരുമ്പ് പിടിച്ച് പോകുന്നില്ലല്ലോ അതിൻ്റെ അർത്ഥം. അതിപ്പോൾ ഒരാൾ സൂക്കേട് വന്നിട്ട് അവനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാണ്ട് ചികിത്സിക്കാണ്ട് അവൻ മരിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ളവനെ സൂക്കേട് വന്നാൽ മരിച്ചോളണം എന്നില്ല. പ്രോപ്പർ ടൈമിൽ ട്രീറ്റ്മെൻറ്റ് കിട്ടി എല്ലാവരും ഒരുവിധ ആൾക്കാരൊക്കെ ജീവിക്കും. അത്രയുള്ളതിനെ കുറിച്ചിട്ട് എനിക്ക് പറയാൻ. ഈ സ്വിച്ചസിൻ്റെ കാര്യം, നിങ്ങൾ ഇതുവരെ ഏതെങ്കിലും ഒരു വീട്ടിൽ ഇത്ര സ്പേസ് കുറഞ്ഞ സ്ഥലത്ത്, അതും സാധാരണ വീടിൻ്റെ പോലെ 2 സ്വിച്ചൊന്നുമല്ല, സാധാരണ ഒരു ബാത്റൂമിലേക്ക് ആകെ 3 സ്വിച്ചാണ് ഉണ്ടായിരിക്കുക. ഇതിലെത്ര സ്വിച്ചസ് ഉണ്ടെന്ന് നോക്കുക. അതായത് ബാത്റൂമിൻ്റെ മാത്രമല്ല, ആ റൂമിലേക്ക് കയറുമ്പോഴുള്ള സ്വിച്ചും കൂടി നമ്മൾ അവിടെ കൊടുത്തിരിക്കണത്. മനസ്സിലായോ? കാരണം ഇപ്പുറത്തെ സൈഡ് ഡോറ് തുറന്നു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ഇപ്പോൾ നമ്മൾ ആ ഫോട്ടോ ഒക്കെ വെച്ച അവിടെയാണ് പിന്നെ സ്വിച്ച് കൊടുക്കാൻ പറ്റുക. ഇവിടെ ബാത്റൂമിൻ്റെ ഡോറ് വന്ന കാരണം കൊണ്ട് ആ ചുമര് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പുറത്ത് കബോർഡ് ഓൾറെഡി വരും. അപ്പോൾ നമ്മൾ എവിടെ ഈ റൂമിലേക്കുള്ള ഫസ്റ്റ് സ്വിച്ച് കൊടുക്കും? അതായിരുന്നു അന്നത്തെ അവിടുത്തെ വിഷയം.
പക്ഷേ അതിങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ളത് സതീഷ് ചേട്ടൻ ആൾക്ക് കോൺഫിഡൻ്റ് ആയിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ വെച്ചുതരാം. ഒരു ക്ലയൻറ്റ് നമ്മളോട് അങ്ങനെ പറയുമ്പോൾ നമുക്കത് ചെയ്തു കൊടുക്കാം. അതല്ല ഞാനിത് എൻ്റെ ഇഷ്ടത്തിനെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനില്ലാത്ത കുറ്റം ഉണ്ടായിരിക്കില്ല. ആദ്യം ചോദിക്കുക ആരുടെ അടിയിൽ നിന്ന് മുകളിലേക്ക് 3 സ്വിച്ചുകൾ വെക്കാമെന്ന് ഫസ്റ്റ് കമൻറ്റ് വരില്ലേ? ഇത് ഇപ്പോൾ നമുക്ക് എന്തൊരു വെറൈറ്റി ആയിട്ട് എന്ത് സാധനം ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിലും നമ്മൾ ചെയ്തു കൊടുക്കുന്ന വീടിൻ്റെ ക്ലയൻറ്റും കൂടി നമുക്ക് പെർമിഷൻ തരണം. അല്ലാണ്ട് എൻ്റെ തലയിൽ കുറേ ഐഡിയ ഉണ്ടായിട്ടോ നമുക്ക് കുറേ ബുദ്ധി ഉണ്ടായിട്ടോ ഒരു കാര്യമില്ല. ഇപ്പോൾ ചില വീടുകൾ കാണുമ്പോൾ നമുക്കും തോന്നും അയ്യോ ഇത് ഞാൻ മുന്നത്തെ വീഡിയോയിലും പറഞ്ഞതാണ്, ഇത് ഇങ്ങനെയല്ല ഒന്നും കൂടി നന്നാക്കാമായിരുന്നു. പക്ഷേ ആ നന്നാക്കേണ്ടത് എൻ്റെ കയ്യിൽ നിന്ന് പൈസ എടുത്ത് നന്നാക്കുക എന്ന് പറയുമ്പോൾ അതിന് ലിമിറ്റേഷൻ ഉണ്ട്. അത് ഞാൻ മാക്സിമം നമ്മൾ സ്ട്രക്ചർ ചെയ്യുമ്പോൾ അവർക്ക് നന്നാക്കി കൊടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ചെയ്യണ വീടിന് ലൈഫ് ലോങ് വാറണ്ടി നമ്മൾ പറയാൻ കാരണം അത് കേടില്ല എന്ന് എനിക്ക് 100% ഉറപ്പാണ്. എൻ്റെ വീടിനൊരു ചുമരൊരു ക്രാക്ക് വന്നിട്ട് ഞാൻ പോയി റിപ്പയർ ചെയ്യേണ്ട ഒരു ആവശ്യം വരില്ല. അതെനിക്ക് 100% ഉറപ്പാണ്. ഇനി അങ്ങനെ എങ്ങാനും ഒരു വീടിന് വന്നാൽ ഞാൻ ചെയ്തു കൊടുക്കുകയും ചെയ്യും. പക്ഷേ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അങ്ങനെയല്ല. എല്ലാ വീടിനും ഈ രീതിയിൽ ഞാൻ പെർഫെക്ഷൻ ആക്കാൻ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ക്ലയൻറ്റിൻ്റെ കയ്യിൽ പൈസ അല്ലെങ്കിൽ നമ്മളിട്ട് കൊടുക്കേണ്ടി വരില്ലേ? എൻ്റെ ഒരു കൂട്ടുകാരുണ്ട്, അവൻ്റെ പേര് സിയാദ് എന്നാണ്. അവനെ ഏറ്റവും പറയണ കുറ്റം അതാണ്. അതായത് കടം മേടിച്ചിട്ടും കാശ് എടുത്ത് കൊടുത്തിട്ട് വീട് വെച്ച് കൊടുത്തിട്ടാണ് പൊട്ടിപ്പൊളിഞ്ഞെന്നാണ് അവൻ എന്നെ പറ്റിയിട്ട് പറയണ കംപ്ലൈൻറ്റ്. ഇതിൻ്റെ മുന്നേ നോർമൽ രീതിയിൽ ചെയ്ത സമയത്ത് അത് ഒരു കണക്കിന് സത്യമാണ്. ഇനി നമ്മൾ ഒരുപാട് നന്നാക്കാൻ പോയി കഴിഞ്ഞാൽ ക്ലയൻറ്റ് പൈസയും തന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് നഷ്ടം വരും. അതിൽ ഈ ഒരൊറ്റ കാരണം കൊണ്ടാണ് ഫുൾ ഫിനിഷ് നമ്മൾ എടുക്കാത്തത്. ഇപ്പോൾ നിങ്ങൾ തന്നെ നോക്കി നോക്കൂ, ഇത് 1250 സ്ക്വയർ ഫീറ്റിൻ്റെ വീടാണ്. ഇപ്പം നമ്മൾ തന്നെ എത്ര വീടുകൾ ഹൗസ് വാമിങ് കഴിഞ്ഞ് എൻ്റെ വീഡിയോസ് ഇതിൽ കിടക്കണ്ടേ? ഈ വീഡിയോസ് എന്നൊക്കെ ചെക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് തന്നെ നോക്കി നോക്കും. ഇതിൽ എനിക്ക് തോന്നിയ ഏറ്റവും ബെറ്റർ വീട്, അതായത് ഫൈനൽ ടച്ചപ്പിൽ ഏറ്റവും വൃത്തി കൂടുതലുള്ള വീട് ഇതാണ് എനിക്ക് തോന്നിയത്. അത് ഞാൻ ഈ പറഞ്ഞ പോലെ ആ ലാസ്റ്റ് ടച്ചപ്പാണ് ഏറ്റവും കൂടുതൽ ഒരു വീടിനെ ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് വേണ്ടത്. അത് എടുക്കുന്ന ആൾക്കാർ അത്രയും പെർഫെക്ഷനായിട്ട് ചെയ്താൽ മാത്രമേ ഉള്ളൂ ഒരു വീട് കറക്റ്റായിട്ട് ഭംഗിയായി കിട്ടുക. ഇതാ റൂമിലേക്കുള്ള കട്ടിലുകളൊക്കെ സതീഷായിട്ട് ഉണ്ടാക്കുക കേട്ടോ. ആളുടെ ഒരു ഡെഡിക്കേഷൻ നമുക്കിതിൽ പറയാതിരിക്കാനേ പറ്റില്ല. കാരണം ഇപ്പോൾ സമയം ഏകദേശം രാത്രിയായി. നാളെ രാവിലെ 4 മണിക്ക് പൂജയാണ്. ആൾ രാത്രി നിന്നിട്ട് കട്ടിലുകൾ ഉണ്ടാക്കുകയാണ് റൂമിലേക്ക് ഇടാനുള്ളത്. അതായത് അത് മെറ്റലിൻ്റെ ഫ്രെയിം അടിച്ചിട്ട് അതിൻ്റെ മുകളിൽ ഫ്ലൈവുഡ് വെച്ചിട്ട് ഇനിയിപ്പോൾ നിങ്ങൾ കണ്ട ആ വാഷ് ബേസിൻ്റെ അവിടെ കണ്ടില്ല, ആ ക്ലാഡിങ് ബോക്സ് ടൈപ്പിൽ അടിച്ച് അത് കംപ്ലീറ്റ് ആകുമ്പോൾ, അത് ഞാൻ നേരത്തെ പറഞ്ഞത് അത് പോണേൻ്റെ മുന്നേ ആയിട്ടേ ഉള്ളൂ ആ വർക്ക് കംപ്ലീറ്റ് ആൾ ചെയ്യുക. കാരണം സമയപരിമിതി കൊണ്ട് അത് ഫിനിഷ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ കിച്ചണിൻ്റെ സ്പേസ്. അപ്പോൾ ഇപ്പോൾ ഇതുള്ളത് ഏകദേശം 6.25 അടിയൊക്കെയാണ് ഉള്ളത്. അപ്പോൾ ഇതിന്ന് ആ 40 സെൻറ്റിമീറ്റർ കമ്മിയാവുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ കിച്ചൺ സ്ലാബില്ലേ, അത്രയും ഏരിയ നമുക്ക് ഉണ്ടായിരിക്കില്ല. അത്രയും ഏരിയ നമ്മളെ വീടിൻ്റെ ചുമരാവും അതായത് കല്ലിൽ ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ ഈ കിച്ചൺ സ്ലാബ് വരുന്നത് ഇപ്പോൾ ഏകദേശം ആ ഫ്രിഡ്ജിൻ്റെ അപ്പുറത്തിരിക്കുന്ന ആ സ്ഥലത്ത് വരും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഫ്രിഡ്ജ് ഇരിക്കുന്ന സ്പേസേ ഉണ്ടായിരിക്കുള്ളൂ. ഈ വീട് കല്ലിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കിച്ചൺ, അങ്ങനത്തെ കിച്ചൺ കൊണ്ട് നമുക്ക് എന്തെങ്കിലും ഗുണമുണ്ടോ? ആ ഫ്രിഡ്ജ് ഇരിക്കുന്ന ഏരിയയിൽ നമുക്കൊരു ഡോറ് തുറക്കാൻ പറ്റുമോ? ഒന്നും പറ്റില്ല. പുറത്ത് ആവശ്യമില്ലാതെ ഒരു വർക്ക് ഏരിയ എടുക്കുകയും ചെയ്യണം. പക്ഷേ സതീഷേട്ടൻ അതിനുള്ള സ്പേസും ഇല്ല. എന്നിട്ടും ആൾക്കാർ ചോദിക്കും എന്താണ് നിങ്ങളിൽ വീട് ചെയ്താലുള്ള ബെനിഫിറ്റ്, എന്താണ് നിങ്ങളിൽ വീട് ചെയ്താലുള്ള ബെനിഫിറ്റ് എന്ന് പറയണമെങ്കിൽ ഒന്ന് ചിന്തിക്കണം. ഏത് ഇപ്പോൾ നീ അതിൽ പറഞ്ഞോ? ഞാൻ വീഡിയോ കേട്ടില്ല. അതായത് ഇതിലുണ്ടാവുന്ന ലാഭം നഷ്ടം എത്രയെന്നുള്ളത് നീ പറഞ്ഞായിരുന്നോ? നമ്മൾ 2-3 ബെനിഫിറ്റ്സ് നമ്മൾ അതിൽ പറഞ്ഞിട്ടുണ്ട്. ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ട്രോങ്ങിൻ്റെ കാര്യമാണ്. ഒരു വീടിനും കോൺക്രീറ്റിൽ വീട് വെക്കണതിൻ്റെ അത്ര ഇത് കിട്ടില്ല. പിന്നെ എന്നെയും ഞങ്ങളെ കമ്പനീനെയും ഏറ്റവും കൂടുതൽ കുറ്റം പറയുന്ന ആൾക്കാരുണ്ട്. ഏത്? ഈ ചൂടിൻ്റെ കാര്യം പറഞ്ഞിട്ട്. ഈ വേനൽക്കാലം വരാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. ഈ വേനൽക്കാലം വന്നിട്ട് ഓരോ വീട്ടിലും, അതായത് ഞങ്ങൾ ചെയ്ത് കൊടുത്ത ഓരോ വീട്ടിലും നമ്മൾ തെർമോമീറ്റർ കൊണ്ടുപോയിട്ട് ആ വീട്ടിലും ചെക്ക് ചെയ്യും, അതിൻ്റെ തൊട്ടടുത്തുള്ള കല്ലിട്ട വീട്ടിലും ചെക്ക് ചെയ്യും. അന്ന് നമ്മളെ വീഡിയോൻ്റെ അടിയിൽ കമൻ്റ് ഇട്ട ആൾക്കാർക്കൊക്കെ ഞാൻ ഇവരൊക്കെ ഇത് ഓൾറെഡി എനിക്കറിയാം, നമ്മളൊരിടം ചെക്ക് ചെയ്തതാണ്. പക്ഷേ ഈ സമയത്ത് ഞാൻ ചെക്ക് ചെയ്തിട്ടൊരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ഇവരെന്താ പറയാൻ പോകുന്നത് അറിയോ? ഈ ജാതി മഴക്കാലത്ത് അതെന്നെ ഇല്ലടാ കാണിക്കും എന്ന് പറഞ്ഞിട്ട് എന്നെ വീണ്ടും തെറി പറയും. ഞാനത് നമ്മളെ ഇവിടെ ഇപ്പോൾ പാലക്കാടൊക്കെ വരുന്ന ഒരു ചൂട് സമയമില്ലേ, ആ ചൂട് സമയം, ആ വേനൽ സമയത്ത് വേണം ഞാനത് ചെക്ക് ചെയ്തിട്ട് ഇവരെല്ലാവരും മുന്നിൽ പോയിട്ട് ചലഞ്ച് ചെയ്യാനായിട്ട്. ഇനി അവർക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നമ്മളെ ചലഞ്ച് ചെയ്തിട്ട് നമ്മൾ ചെയ്ത വീട്ടിൽ വന്നിട്ട് ചെക്ക് ചെയ്യാം. 100% എനിക്ക് കോൺഫിഡൻ്റ് ആവാൻ കാരണം ഞാൻ ഇതിന് മുന്നേ ചെക്ക് ചെയ്തിട്ടുണ്ട്. അതായത് കോൺക്രീറ്റ് ഭിത്തിൻ്റെ ഉള്ളിൽ ജിപ്സം പൊട്ടി ചെയ്ത വീടാണെന്നുണ്ടെങ്കിൽ കല്ലിൽ വെച്ച വീട് സിമെൻറ്റ് പ്ലാസ്റ്ററിങ് ചെയ്തിട്ട് അതിൽ എത്രയാണോ ടെമ്പറേച്ചറുകൾ അതിനേക്കാളും കമ്മിയായിരിക്കും നമ്മളെ വീട്ടിൽ.
ഇവർ പറയണത് എന്താണ്, പഴം മുഴുങ്ങാൻ പറ്റും എന്നുള്ളതല്ലേ. അതൊരു ചലഞ്ചായിട്ട് തന്നെ ഞാൻ ഏറ്റെടുത്തിട്ടുണ്ടോ. വേനൽക്കാലം വരെ ഒന്ന് വെയിറ്റ് ചെയ്യൂ. പിന്നെ ഒരുപാട് ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത്, ഞങ്ങളിപ്പോൾ ഒരുപാട് വീടുകൾ വെച്ച് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ ചാനലിൽ കയറി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൽ ഒരുപാട് ആൾക്കാർ കയറി താമസിച്ചതുകൊണ്ട് അവരെ ഇപ്പം നമ്മളൊരു ക്ലയൻറ്റ് വിളിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു പുതിയൊരാൾ നമ്മളെ വിളിക്കുമ്പോൾ സാധാരണയായിട്ട് നമ്മൾ ചെയ്തൊരു പ്രൊജക്റ്റ് പോയി നോക്കാനാണ് അവരോട് പറയാറ്. പോയി നോക്കാൻ പറ്റാത്തവർക്ക് ആ ക്ലയൻറ്റിൻ്റെ നമ്പർ നമ്മൾ കൊടുക്കാറുണ്ട് ഇല്ലേ? കൊടുക്കാറുണ്ട്. അങ്ങനെ ഇവർക്ക് വേണമെങ്കിൽ വിളിച്ച് ചോദിക്കാം. ഏത് ഈ കോൺക്രീറ്റ് വീട്ടിൽ താമസിക്കുന്ന ഒരാളോട് വേണമെങ്കിൽ വിളിച്ച് ചോദിക്കാം, നിങ്ങൾ താമസിക്കുന്ന വീട്ടിൽ ചൂടുണ്ടോയെന്ന്. കാരണം ഒരു വേനൽ കഴിഞ്ഞ് നമ്മൾ 2 വർഷമായി ഈ കമ്പനി റൺ ചെയ്യാൻ തുടങ്ങിയിട്ട്. കഴിഞ്ഞ വർഷം വേനലുണ്ടായിരുന്നോ ഇല്ല എന്നുള്ളത് ഈ നാട്ടിലുള്ള ആൾക്കാർക്ക് അറിയാം. ഇവിടെ ഒരു വർഷം കംപ്ലീറ്റ് മഴയൊന്നും ആയിരുന്നില്ലല്ലോ. പക്ഷേ ഇപ്പോഴും സാധാരണ കല്ലിൽ ചെയ്ത ആൾക്കാർ, അതായത് കല്ലിൽ ചെയ്ത വീട്ടിൽ കിടക്കുന്ന ആൾക്കാരാണ് വീഡിയോൻ്റെ അടിയിൽ വന്നിട്ട് കമൻറ്റ് ചെയ്യണത്. അവര് കോൺക്രീറ്റ് വീട് കണ്ടിട്ട് പോലും ഇല്ല, വെറുതെ കമൻറ്റ് ഇട്ട് അങ്ങോട്ട് പോവാ. പക്ഷെ ആ കമൻ്റ് കൊണ്ട് നമുക്കൊരു പ്രശ്നമില്ല. പക്ഷേ ഈ കേൾക്കണം അതിൻ്റെ അടിയിൽ വന്നിട്ട് വേറെ ആൾക്കാർ, കുറേ ആൾക്കാർ നമ്മളെ തെറി വിളിക്കും. ഇപ്പോൾ ചില ആൾക്കാരൊക്കെ എന്നോട് പറയും, വീഡിയോ ചെയ്യുമ്പോൾ ചൂടാവണ മാതിരിയുണ്ട്, അതായത് ഒരുപാട് പ്രഷർ എടുക്കുന്നുണ്ട്. അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവാനായിട്ടാണ്. അതായത് ഇപ്പോൾ നമ്മൾ ചെയ്യാത്തൊരു കാര്യത്തിന് അല്ലെങ്കിൽ ഒരാൾക്കൊരു ഉപദ്രവം ചെയ്യാണ്ട് നമ്മൾ ജീവിച്ചു പോയി കഴിഞ്ഞാൽ നമ്മളെ വന്ന് തെറി വിളിക്കുന്ന സമയത്ത് നമുക്കിപ്പോൾ തിരിച്ച് തെറി വിളിക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മളെ അമർഷം ഇങ്ങനെ നമുക്ക് തീർക്കാൻ പറ്റുള്ളൂ അല്ലേ? നമ്മൾ അതേ രീതിയിലല്ല നമ്മൾ മറുപടി പറയണത്. ഒന്ന് ചോദിക്കാനുള്ളത്, കേരളത്തിലെ 2-3 ജില്ലകളിൽ മാത്രമേ ഉള്ളൂ ഈ ചെങ്കല്ലും വെട്ടുകല്ലും ഒക്കെ. എറണാകുളം അങ്ങോട്ടൊക്കെ വരുന്ന സമയത്ത് ഇതാണ് നമ്മളെ ഒരു കോൺക്രീറ്റ് ഭിത്തിയുടെ ഫൈനൽ ഫിനിഷിൻ്റെ വീതി. മനസ്സിലായില്ലേ? ഈ രീതിയിൽ വീതി കിട്ടുകൊണ്ടാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്ന കിച്ചണും ഈ കണ്ട സൗകര്യങ്ങളും എല്ലാ കാര്യങ്ങളും കിട്ടിയത്. അപ്പോൾ ഇതൊക്കെ ചെയ്തിട്ടും നമ്മൾ പ്രത്യേകിച്ച് അവർ ഒരു ദ്രോഹവും ചെയ്യാണ്ട് നമ്മളെ വന്ന് തെറി വിളിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾക്ക് പ്രതികരിക്കാൻ തോന്നും. ആ പ്രതികരണം മാത്രമാണ് അത് ഒരു അമർഷം എന്നുള്ള രീതിയിൽ വീഡിയോയിൽ പറയുമ്പോൾ കുറച്ച് ലാസ്റ്റൊക്കെ ആകുമ്പോൾ പ്രഷർ അടിച്ചിട്ട് അങ്ങോട്ട് പറയണത്. അല്ലാണ്ട് ആരോടും വ്യക്തിപരമായിട്ട് നമുക്ക് ദേഷ്യമൊന്നുമില്ല. പിന്നെ സത്യം പറഞ്ഞാൽ ഞങ്ങൾക്കൊന്ന് എയറിൽ കയറണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. ആ എയറിൽ കയറാനുള്ള ആഗ്രഹം എന്താ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ഇന്ന് എന്ത് പ്രവൃത്തി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു നോർമലായിട്ടൊരു ആളൊരു പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അയാൾ ഫേമസ് ആവാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. അപ്പോൾ എങ്ങനെയും ഒന്ന് എയറിൽ കയറി കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒത്തിരി ഫേമസ് ആയിക്കോട്ടെ വെച്ചിട്ടാണ്. നമുക്ക് ഫെയിം ആർക്കാണ് ഇഷ്ടമില്ലാത്തത്? ഈ ഫെയിമിനോട് നമ്മൾക്ക് പല ഉപകാരങ്ങളുണ്ട്. ഇപ്പോൾ തന്നെ നമുക്ക് ഈ ചാനലിൽ നിന്ന് ചെറിയ വരുമാനങ്ങളൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതിന്നൊരു വരുമാനം വരികയാണെന്നുണ്ടെങ്കിലാണ് ഇപ്പോൾ നമ്മൾ നേരത്തെ ഇതിൻ്റെ മുന്നേ നമ്മളൊരു ഫാമിലീനെ ഏറ്റെടുത്തിട്ടുണ്ട്. അതേപോലത്തെ പല ഫാമിലീനെ ഏറ്റെടുക്കാൻ പറ്റും. അതേപോലെ ഞങ്ങളെ രീതിയിൽ പല ആൾക്കാർക്കും നമ്മൾക്ക് സാമ്പത്തികം കമ്മിയുള്ള ആൾക്കാർക്കും വീടുകൾ വെച്ച് കൊടുക്കാൻ പറ്റും ഇല്ലേ? അതിനൊക്കെ പാടെ കൂടി വേണ്ടിയിട്ടാണ് ഈ ഒരു ഫെയിം നമ്മൾ ആഗ്രഹിക്കണത്. കാരണം വെറുതെ അല്ല, യൂട്യൂബ് ചാനലൊക്കെ കൊണ്ട് നടക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് എന്തെങ്കിലും ഒരു ബെനിഫിറ്റ് വേണം. പിന്നെ നമ്മൾക്കിതൊരു റെഫറൻസും അതിൻ്റെ റെക്കോർഡും കൂടിയാണ്. നമ്മൾ ചെയ്യണ വീഡിയോസ് ഇതേപോലെ നിങ്ങൾക്ക് പല സ്ഥലത്ത് ഇരുന്നിട്ട് കാണുമ്പോഴാണ് നമ്മളിഷ്ടപ്പെടുന്ന ആൾക്കാർ, എത്ര ആൾക്കാരുണ്ട് വീട് വെക്കാണ്ട് തന്നെ സ്ഥിരം ഫോളോവേഴ്സ്, അവർ കമൻ്റ് ഉണ്ട്, അവർ വിളിക്കാറുണ്ട് ഇല്ലേ? അതുപോലെ ഇസ്മയിലിക്കായിരിക്കും ഇത് ഫസ്റ്റ് കാണാമെന്ന് എന്തായാലും അറിയാം. ഇപ്പം നാട്ടിലായതുകൊണ്ട് കാണാറില്ല. ഇസ്മയിലിക്ക് ഇപ്പം ഞങ്ങൾ ഡയറക്റ്റ് കാണണമെന്ന് പറഞ്ഞു. വീടും കൂടി വെക്കേണ്ട ആവശ്യമില്ല. അപ്പം ഞങ്ങളെ സ്നേഹിക്കണ ഒരുപാട് ആൾക്കാരുണ്ട്. നമുക്കിപ്പോൾ ഞാൻ ഇതിൻ്റെ മുന്നൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, കേരളത്തിലെ 3.5 കോടി ജനങ്ങൾക്കൊന്നും ഞങ്ങൾക്ക് ഒരിക്കലും വീട് വെച്ച് കൊടുക്കാൻ പറ്റില്ല. ഞങ്ങളെ ചാനലിൽ ഇപ്പോൾ 5000 സബ്സ്ക്രൈബർ കഴിഞ്ഞു. അതിലുള്ള ഞങ്ങളിഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് വീട് വെച്ച് കൊടുക്കുകയാണെങ്കിൽ തന്നെ ഞങ്ങളെ കമ്പനി ചുരുങ്ങിയത് ഒരു 10 കൊല്ലത്തിന് ബിസി ആയിരിക്കും. പിന്നെ ഞങ്ങൾക്ക് ഇൻസ്റ്റയിൽ അത്യാവശ്യം ഫോളോവേഴ്സ് ഉണ്ട്, അതേപോലെ ഫേസ്ബുക്കിലുണ്ട്. അതിലുള്ള ആൾക്കാർ, ഇത് സ്ഥിരം കാണുന്ന ആൾക്കാർ, ഒരുപാട് ആൾക്കാർ ഇത് കമൻറ്റ് വായിക്കുന്ന ആൾക്കാർക്കും അറിയാം. പല ആൾക്കാരും പല ബുദ്ധിമുട്ടിലാണല്ലേ. ചില ആൾക്കാർ പൈസ ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്യണവരുണ്ട്, ചില ആൾക്കാർ പുറത്താണ്, അവർ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ വീട് വെച്ചവരല്ലാത്തവരും ഇഷ്ടം പോലെ ഉണ്ട് അതിൽ. അത് സ്നേഹം കൊണ്ട് മാത്രമാണ്. നമ്മളെ ഈ മെത്തേഡും നമ്മളെ കമ്പനീനെ നമ്മളെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. അത് സ്ഥിരം കാണുന്ന ആൾക്കാർക്ക് മനസ്സിലാവും നമ്മൾ ഏത് രീതിയിലാണ് വർക്ക് ചെയ്യണത്, ഞങ്ങളെ ഹാർഡ് വർക്ക് എത്രയാണ്. ഇതൊന്നും ഇപ്പോൾ എല്ലാവരോടും പറഞ്ഞുകൊണ്ട് നടക്കാൻ പറ്റില്ല. കാരണം സ്ഥിരം കാണുന്ന ആൾക്കാർക്കാണ്. ഇപ്പോൾ ഇന്നലെ തിരുവനന്തപുരത്താണെന്നുണ്ടെങ്കിൽ മറ്റൊന്ന് നമ്മൾ വയനാട് പോവും, അത് കഴിഞ്ഞാൽ കണ്ണൂർ പോവും. അപ്പോൾ സ്ഥിരം കാണുന്ന ആൾക്കാർക്ക് അറിയാം ഇങ്ങനെ ഓൾ കേരള ചെയ്യണ വേറൊരു കൺസ്ട്രക്ഷൻ കമ്പനി ഉണ്ടോ എന്നുള്ളത് നിങ്ങളാണ് പറയേണ്ടത്. ഒരാൾ കമൻ്റ് ഇട്ട് പറയുക. കാരണം ഇത് കാണുന്ന ഒരുപാട് ആൾക്കാരില്ലേ അല്ലേ? ഇവരെ പരിചയത്തിൽ ഏതെങ്കിലും ആൾക്കാർ
ഞങ്ങൾ ചെയ്യണത് ഇപ്പോൾ കാസർഗോഡ് ജില്ല അല്ലാത്ത ബാക്കി 13 ജില്ലകളിലും നമ്മൾ പ്രൊജക്റ്റ് കമ്മിറ്റ് ആയിട്ടുണ്ട്. അത്രയും പ്രൊജക്റ്റ് കമ്മിറ്റ് ആയിട്ടുള്ള വേറെ ഏതെങ്കിലും കമ്പനി ഉണ്ടോയെന്ന് എനിക്കറിയില്ല. വലിയ കമ്പനിയല്ല കേട്ടോ, ഞാൻ ഞങ്ങളെപ്പോലത്തെ ഒരു ചെറിയൊരു സ്ഥാപനത്തിൻ്റെ കാര്യമാണ് പറയണത്. പിറ്റേ ദിവസം ഞങ്ങൾ ഹൗസ് വാമിങ്ങിന് പോയെങ്കിലും ഞങ്ങൾ അന്നത്തെ ദിവസത്തെ വീഡിയോ ഒന്നും എടുത്തില്ല. ഇനി സതീഷ് ചേട്ടൻ പോണതിൻ്റെ മുന്നേ എന്തായാലും നമ്മളൊരു ദിവസം പോകുന്നതായിരിക്കും.